ഇലക്ട്രിക് കെറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കമ്പ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിപ്പം ഡെഡാണ്, പൂർണ്ണമായിട്ടും ഓണാവാത്ത കണ്ടീഷനാണ്. അപ്പോൾ നമ്മളതിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ട എന്താണെന്ന് നോക്കാം. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ബേസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതിൽ സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മൾട്ടിമീറ്ററാണ്. മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റിയിൽ ഇട്ടതിന് ശേഷം ഈ പൊസിഷനിലാണ് ഇടേണ്ടത്. കണ്ടിന്യൂറ്റി ഇട്ടതിന് ശേഷം ബസർ പോർഷനിൽ ഇട്ടതിന് ശേഷം ബസർ കേൾക്കുന്നുണ്ടോയെന്ന് നോക്കുക. ബസർ പോർഷനിൽ ഇട്ടതിന് ശേഷം നമ്മൾ ബേസ് ചെക്ക് ചെയ്യുക. ബേസിൻ്റെ വയറും ഈ സെറ്റ് ചെക്ക് ചെയ്യുക. അതിനായിട്ട് ആദ്യം നമ്മൾ എർത്തുണ്ടോ എന്ന് നോക്കുക. മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് എർത്തിൽ വയ്ക്കുക, പ്ലഗിൻ്റെ എർത്തിൽ കൊടുക്കുക, മറ്റേ പ്രോബ് നടുക്കായിട്ട് കൊടുക്കുക, അതായത് ഇതിൻ്റെ നടുക്കായിട്ട് കൊടുക്കുക. അപ്പോൾ എർത്തുണ്ട്. നമുക്ക് ലൈൻ ഉണ്ടോ എന്ന് നോക്കുക. ലൈനുണ്ട്. അടുത്ത ലെഗിൽ ചെറിയ എന്തോ വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല, അതും വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണെങ്കിൽ തന്നെയും ചിലപ്പോൾ ക്ലാവ് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ക്ലാവ് ഉണ്ടെന്നിട്ട് ഇതിൻ്റെ പുറകുവശം അഴിച്ചെടുക്കണം. പുറകുവശം അഴിച്ചെടുത്താൽ മാത്രമേ ക്ലാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്നിട്ട് ഇതിനകം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ക്ലാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ സാൻഡ് പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമുക്കിത് അഴിക്കാം. അഴിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും തുറന്നു വരുന്നത്. 3 സ്ക്രൂ ആയിരിക്കും അഴിക്കാനുണ്ടാവുക. ഇങ്ങനെ ഈ ഒരു പീസായിട്ട് കിട്ടും. ഇതുപോലെ കിട്ടും. നമുക്ക് ഇതിനകമാണ് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഇവിടെ 3 സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ ഇളക്കുമ്പോൾ ഓരോ പ്ലേറ്റായിട്ട് പുറത്ത് വരും. അപ്പം നമുക്ക് ഇത് ഇളക്കാം. ഇവിടെ ഒരു വളരെ ചെറിയ സ്ക്രൂ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ സ്ക്രൂ ഡ്രൈവർ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇളക്കി ക്ലീൻ ചെയ്യും. നല്ല ക്ലാവ് പിടിച്ചിട്ടുണ്ട് ഇതിൽ, ഇതിൻ്റെ അറ്റത്തായിട്ട് നല്ല. അപ്പോൾ നമ്മൾ ഒരു സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ ആരോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് പതുക്കെ അതിൻ്റെ ആ ക്ലാവിനെ ഒന്ന് നീക്കം ചെയ്ത് കൊടുക്കുക. വെച്ചു ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യണം. പഴയതുപോലെ ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ചെറിയ ലോക്കുണ്ട്. ആ ലോക്ക് നോക്കി ഈ ബേസിൽ നോക്കി വേണം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയും വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്കുണ്ട്. ആ ട്രാക്കിനകത്തൂടെ തന്നെ ഈ AC കോഡ് നമ്മൾ എടുക്കേണ്ടി വരും. ഇങ്ങനെ എടുക്കേണ്ടി വരും. അത് എന്നിട്ട്
ബേസ് നമ്മൾ ഫിറ്റ് ചെയ്തു. ബേസ് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്നും കൂടെ നമ്മുടെ കണക്ഷൻസ് എല്ലാം കറക്റ്റാണെന്ന് നോക്കണം. അതിനായിട്ട് മൾട്ടിമീറ്ററിൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ കോഡ് സെറ്റ് ചെയ്ത് കണ്ടിന്യൂറ്റി തന്നെ കൊടുക്കുക. കണ്ടിന്യൂറ്റി കൊടുത്തതിന് ശേഷം ചേർത്തുണ്ടോ നോക്കുക, ലൈൻ ഉണ്ടോ നോക്കുക. അപ്പോൾ ബേസിന് കംപ്ലൈൻറ്റ് ആകുന്നത് തന്നെ ഇപ്പോൾ ഇല്ല. കൂടാതെ നമ്മളത് ക്ലീൻ ചെയ്യുകയും ചെയ്യും. കെറ്റിൽ നോക്കാം, കെറ്റിൽ എങ്ങനെയാണ് തുറക്കുന്നതെന്ന്. ഇതാണ് കെറ്റിലിൻ്റെ ദിവസം. ഇത് സ്വിച്ച്, ഇവിടെ പിന്നെ ഒരു തെർമോസ്റ്റാറ്റ്. ഈ രണ്ട് സാധനങ്ങളാണ് മെയിനായിട്ട് ഒരു ഇലക്ട്രിക് കെറ്റിലിനകത്ത് ഉള്ളത്. വളരെ പതുക്കെ എടുത്താൽ മതിയാവും. ഇവിടെ ഇതിൽ ഒരു ലൈറ്റ്, LED ലൈറ്റ് ഉണ്ടായിരിക്കും, ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കും. ഇത് നമുക്ക് പതുക്കെ ഊരിയെടുക്കുക. ഈ ഭാഗത്തും ക്ലാവ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ പതുക്കെ ഒരു സാൻഡ് പേപ്പർ എന്തെങ്കിലും വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമുക്കിൻ്റെ ബാക്കിയുള്ള കംപ്ലൈൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഹീറ്റർ. ഈ പോർഷനാണ് ഹീറ്റർ വരുന്നത്. ഈ റാ പോലെ കാണുന്നത് ഇതാണ് ഹീറ്റർ വരുന്നത്. ഇതാണ് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ്. തെർമോസ്റ്റാറ്റ് തുറന്നെടുക്കാൻ വേണ്ടിയിട്ടായിട്ട് 1, 2, 3 ബോൾട്ടാണ് നമുക്ക് ഇളക്കേണ്ടത്. എല്ലാത്തിനും കോമൺ ആയിരിക്കും, ഏകദേശം സെയിം തന്നെയായിരിക്കും. നമുക്കിത് ഇളക്കാം. നമ്മൾ 3 ഇളക്കിയിട്ടുണ്ട്. 3 ഇളക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഊരി വരും. ഇതാണ് തെർമോസ്റ്റാറ്റിൻ്റെ പുറകുവശം. ഇവിടെയാണ് ചൂട് സെൻസ് ചെയ്യുന്നത്. ഈ പോർഷനിലായിരിക്കും. ഇത് നമുക്ക് കംപ്ലൈൻ്റ് ഉള്ളത് നോക്കുന്നത് സെയിം മൾട്ടിമീറ്റർ ഉപയോഗിച്ച് തന്നെ കണ്ടിന്യൂറ്റി തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഒരു വയർ സ്വിച്ചിൽ നിന്ന് വരും, ഒരു വയർ ഹീറ്ററിൽ നിന്നാണ്. ഈ വെള്ള വയർ സ്വിച്ചിൽ നിന്നാണ് വരുന്നത്. ഇത് ഹീറ്ററിൽ നിന്നും ഒരു വയർ തെർമോസ്റ്റാറ്റിൽ. നമുക്കാദ്യം വയർ ഡിസ്കണക്ട് ചെയ്യാം. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ തെർമോസ്റ്റാറ്റിൻ്റെ ഈ കെറ്റിലിൻ്റെ കംപ്ലൈൻറ്റ് തെർമോസ്റ്റാറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ചില സാഹചര്യങ്ങളിൽ ഇതിനകത്ത് വരുന്ന ഈ പോർഷൻ, അതായത് ബേസിലേക്ക് ഫിറ്റ് ചെയ്ത് വയ്ക്കുന്ന ഈ പോർഷൻ ചെറിയ ലൂസ് കോണ്ടാക്റ്റ് പോലെ വരും. അപ്പോൾ ഇതായിട്ട് മാറാൻ കഴിയില്ല. നമുക്ക് ഈ തെർമോസ്റ്റാറ്റ് മാത്രം മൊത്തത്തിലാണ് നമ്മൾ മാറുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സ്വിച്ചും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഇത് അഴിച്ചിട്ടിരിക്കുകയാണ്. ഇത് ഇൻഡിക്കേറ്റർ, ഇത് ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്ററിൽ വരുന്നത് ഹീറ്ററിൻ്റെ 2 സൈഡിലുള്ള കണക്ഷനിൽ നിന്നാണ് ഇൻഡിക്കേറ്റർ പോകുന്നത്. ഇത് തെർമോസ്റ്റാറ്റിലേക്ക് പോകുന്ന 2 കണക്ഷനാണ്. ഹീറ്ററിൻ്റെ ഒരു കാലിൽ നിന്ന് സ്വിച്ചിലേക്കാണ് കണക്ഷൻ പോകുന്നത്. ഇത് സ്വിച്ചിൽ നിന്ന് ഇറങ്ങി വരുന്ന വയറാണ്. നമുക്ക് സ്വിച്ച് കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത്
സ്വിച്ച് ഇവിടെ ഓണാക്കി വയ്ക്കുക. അതിനുശേഷം സ്വിച്ചിൽ നിന്ന് ഇറങ്ങി വരുന്നതിൽ മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഹീറ്ററിൻ്റെ ഇതിലും ഒരു പ്രോബ് കൊടുക്കുക. സ്വിച്ച് വർക്കിംഗ് ആണ്. നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ടുള്ള തെർമോസ്റ്റാറ്റാണ്. നമുക്ക് തെർമോസ്റ്റാറ്റ് മാറാം. ഹീറ്റർ കംപ്ലൈൻറ്റ് ഉണ്ടെന്നും കൂടെ നമുക്കൊന്ന് വെറുതെ നോക്കാം. ഇതാ ഹീറ്റർ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. പ്രഷർ കേൾക്കില്ല. പകരം ഏകദേശം ഒരു ഇത് കാണിക്കുന്നു 33 അടുപ്പിച്ച് ഇതിൽ കാണിക്കുന്നത്, മൾട്ടിമീറ്ററിൽ കാണിക്കുന്നുണ്ട്. ഈ 2 കണക്റ്റിലാണ് നമ്മൾ മൾട്ടിമീറ്റർ കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ തെർമോസ്റ്റാറ്റ് നമുക്ക് മാറാം. തെർമോസ്റ്റാറ്റ് പഴയതുപോലെ ഇതിലേക്ക് ആദ്യം ഫിറ്റ് ചെയ്യാം. ഇവിടെ ഫിറ്റ് ചെയ്യാം. ചെയ്യുന്നുണ്ട്. തെർമോസ്റ്റാറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു. നമുക്കിതിൻ്റെ കണക്ഷൻസ്, അതായത് ഒന്ന് ഹീറ്ററിൻ്റെ ഒരു കാലിൽ നിന്ന് വരുന്ന ഒരു വയറ് നമ്മൾ അതേ വശത്തുള്ള തെർമോസ്റ്റാറ്റിൻ്റെ ലെഗിൽ കൊടുക്കുന്നുണ്ട്. സ്വിച്ചിൽ നിന്ന് വരുന്ന കണക്ഷൻ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ തെർമോസ്റ്റാറ്റിൻ്റെ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട്. വെറുതെ സ്വിച്ചും കൂടെ ഒന്ന് ഇളക്കി നോക്കാം. എന്തായാലും നമ്മൾ ഇത്ര ഇളക്കിയില്ല. സ്വിച്ച് ഇളക്കാനായിട്ട് നമ്മുടെ ഈ ക്യാപ്പ് വെറുതെ ഇങ്ങനെ എടുത്താൽ മതി. ക്യാപ്പിന് വരും. ഇവിടെ 2 സ്ക്രൂ ഉണ്ടാവും. ഇതഴിക്കുക. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും ഈ പോർഷനിലായിട്ട്. അതും കൂടെ ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ഇളകുക. ഇതുപോലെ ഇളകുക. തിരിച്ച് വയ്ക്കുന്നെങ്കിൽ ഇതെങ്ങനെയാണ് വയ്ക്കുക. ഇതുപോലെ മാറ്റി വയ്ക്കുക. ഇതാണ് സ്വിച്ച് നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ പതുക്കെ ഒന്ന് പൊട്ടി കൊടുക്കുകയാണെങ്കിൽ, അടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടി കൊടുക്കുകയാണെങ്കിൽ സ്വിച്ച് നമുക്ക് ഇളക്കിയെടുക്കും. സ്വിച്ച് അല്ലത്, സ്വിച്ചിൻ്റെ ബോഡിയാണ്, വെറും പ്ലാസ്റ്റിക്കാണ്. ഇതാണ് ഇതിൻ്റെ സ്വിച്ച്. ഈ സ്വിച്ചിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഓഫായി കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്വിച്ചിൻ്റെ പ്രവർത്തനം. സ്വിച്ച് നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്തായിരുന്നു. സ്വിച്ച് അഥവാ ഊരി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അത് ഊരിയാൽ മാത്രം മതി. ഇങ്ങനെ സ്വിച്ച് ഊരിക്കുക. ഇതിൽ 2 കണക്ഷനാണുള്ളത്. അത് ബോഷ് ക്ലിപ്പ് തന്നെയാണ്. നമുക്ക് വലിച്ചാൽ ഊരിയെടുക്കാൻ പറ്റും. തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത് അവിടെ തന്നെ നമുക്ക് വെച്ചാൽ മതി. എടുക്കുക, അവിടെ തന്നെ വെറുതെ വെച്ച് കൊടുക്കുക. ഈ സ്ക്രൂ ഇട്ട് കൊടുക്കുക. സ്വിച്ച് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണമെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കണ്ടിന്യൂറ്റി നോക്കിയാണ് സ്വിച്ചിൻ്റെ സ്വിച്ചിൻ്റെ ബോഡി ഇട്ട് കൊടുക്കുക. ബോഡി ഇടാനായിട്ട് ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക്
ഈ 2 ലോക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സ്വിച്ച് ഫിറ്റ് ചെയ്യുന്ന കാര്യം. എന്നിട്ട് ഈ വയറ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഈ ക്യാപ്പ് വയർ വെളിയിലൊന്നും വരാത്ത രീതിയിൽ ബേസ് ഫിറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞു, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മുടെ ബേസ് ഫിറ്റ് ചെയ്യാം. ബേസിൻ്റെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഭാഗം വരുന്നത്, ലൈറ്റ് ഭാഗം വരുന്നത് നമ്മൾ ആ ഇൻഡിക്കേറ്റർ എടുത്ത് കണക്ട് ചെയ്യാൻ മറന്നു പോകരുത്. എങ്കിൽ നമുക്ക് ഓണായിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് വെറുതെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി ഇവിടെ. എന്നിട്ട് ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, അത് നമ്മുടെ ഈ സൈഡിൽ തന്നെ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്ക്രൂ ചെയ്യുന്ന പോർഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ക്യാപ്പ് വെറുതെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ക്യാപ്പ് ഫിറ്റ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ബേസ് കൊടുത്ത് ഒന്ന് ഓണാക്കി നോക്കാം. നമുക്ക് പ്ലഗ് കണക്ട് ചെയ്യാം. പ്ലഗ് കൊണ്ട് ഇവിടെ കണക്ട് ചെയ്ത് നമ്മൾ വെക്കുന്നു. സ്വിച്ച് ഓൺ ആക്കുകയാണ്. ലൈറ്റ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം, ചൂടാക്കി നോക്കാം. അങ്ങനെയായിട്ട് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ക്ലോസ് ചെയ്യുക. ക്യാമറയിൽ കാണുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല, എന്തോ നീരായി വരുന്നുണ്ട്. നല്ല രീതിക്ക് തിളക്കുന്നുണ്ട്. ഓഫായി. അപ്പോൾ ഒന്നും കൂടെ ഓണാക്കി നോക്കാം. കണ്ടില്ല തോന്നുന്നുണ്ട്. സ്വിച്ച് ഓൺ ആകത്തില്ല ഇനി, കാരണം ചൂടുള്ളത് കൊണ്ട് ഓണാകില്ല. പറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകുന്നത്. ഇനി ഓണാക്കാൻ ശ്രമിച്ചാൽ ഓണാകത്തില്ല, കാരണം തെർമോസ്റ്റാറ്റിൽ ആ ചൂട് നിൽക്കുന്നതുകൊണ്ട് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഓണാക്കാൻ സാധിക്കൂ. നല്ല തിളച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഇത് ഓഫായത്. നല്ല ആവി പറക്കുന്നുണ്ട്.